ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാവർക്കും തേനിലും മധുരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളതാണ്. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വചനം, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. നമുക്ക് ചുറ്റും സന്തോഷിക്കുന്നവരും കരയുന്നവരും ഉണ്ട്. ഇന്നലെ സന്തോഷിച്ചവർ ഇന്ന് കരയുകയാണ്. ഇന്ന് കരയുന്നവർ നാളെ സന്തോഷിക്കുന്നവരായിട്ട് തീർന്നേക്കാം. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ മാറി മാറി വരുന്ന വ്യത്യസ്ത അനുഭവങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 12-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഭയെ ഒരു ശരീരത്തോട് ഉപമിച്ചിരിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, കാണുന്നതും കാണപ്പെടാത്തതും, പുറമേയുള്ളതും അകമേയുള്ളതും, വലുതും ചെറുതും അഴകുള്ളതും അഴകില്ലാത്തതുമായ ധാരാളം അവയവങ്ങൾ ശരീരത്തിലുണ്ട്. ശരീരത്തിൻ്റെ പ്രത്യേകത, ഒരു അവയവം, ഏതെങ്കിലും ശരീരത്തിലെ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ മറ്റവയവങ്ങൾ ആ കഷ്ടത്തിൽ പങ്കാളികളാവുകയാണ്. അതുപോലെ തന്നെ ഒരു അവയവത്തിന് മാനം വന്നാൽ മറ്റ് അവയവങ്ങളെല്ലാം സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ച് വളരെ വിലയിരുത്തേണ്ട ഒരു സാദൃശ്യമാണ്. നമുക്ക് ജീവിതത്തിൽ പരിശോധനകൾ നേരിടുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹത്തിൻ്റെയും സഹതാപത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ പിന്തുണ നമുക്കാവശ്യമാണ്. അത് നമുക്ക് ലഭിക്കാതെ വന്നാൽ നിരാശയുടെയും ഏകാന്തതയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ജീവിതത്തിലേക്ക് നാം തള്ളപ്പെട്ടു പോയേക്കാം. കരയുന്ന സന്ദർഭങ്ങളിൽ നമ്മെ കരയിപ്പിക്കുന്ന ഒരു ലോകമാണ്. മാതാപിതാക്കൾ നിമിത്തം, മക്കൾ നിമിത്തം, കള്ള സഹോദരന്മാർ നിമിത്തം, ഞെരുക്കങ്ങൾ നിമിത്തം, പൈശാചിക പോരാട്ടങ്ങൾ നിമിത്തമൊക്കെ ഒത്തിരി ആളുകൾ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. കരയുന്ന ആളുകളോട് കൂടെ കരയുക എന്ന് പറഞ്ഞാൽ അവരുടെ സാഹചര്യങ്ങളിൽ നാം അവരോടൊപ്പം നിൽക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. കരയുന്നവരോടുകൂടെ കരയുവാനും സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാനും വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും ആത്മാർത്ഥമായി നാം പങ്കാളികളാവുക എന്നുള്ളതാണ്. ഒരാൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ അസൂയപ്പെടുവാൻ പാടില്ല. സഹവിശ്വാസികൾക്ക് നന്മ ഉണ്ടായാൽ നാം ഒരിക്കലും അവരോട് അസൂയയോടെ പെരുമാറുവാൻ പാടില്ല. അവരുടെ ആ അനുഭവങ്ങളിലും നാമും സന്തോഷിക്കേണ്ടതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് സാധ്യമായി തീരണമെങ്കിൽ നാം തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തയ്യാറാകണം. ഒന്നാമതായി, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമ്മെ മാത്രം കേന്ദ്രീകരിക്കുന്നതാകരുത്, അല്ലെങ്കിൽ സ്വയാശ്രയക്കാരാകരുത്, സ്വസ്നേഹികളാകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ, നമ്മുടെ സ്നേഹിതന്മാരുടെയോ സഹവിശ്വാസികളുടെയോ കുടുംബാംഗങ്ങളുടെയോ അന്യരുടെയോ സുഖദുഃഖങ്ങളിൽ പങ്കുകൊള്ളുവാൻ കഴിയുകയില്ല. മറ്റുള്ളവരുമായിട്ടുള്ള സൗഹാർദ്ദത്തിന് ഒരിക്കലും അസൂയ തടസ്സമാകരുത് എന്ന് നാം അറിഞ്ഞിരിക്കണം. അതായത് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം സ്വസ്നേഹികളാകാതെ എല്ലാവരെയും കരുതുന്നവരും സ്നേഹിക്കുന്നവരുമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരോട് നമുക്ക് രഹസ്യമായിട്ട് പകയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ആ വ്യക്തിയുടെ സുഖദുഃഖങ്ങളിൽ ഭാഗഭാക്കാകുവാൻ സാധിക്കും?
അതുകൊണ്ട് നാം കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനമായിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. മറ്റുള്ളവർ സങ്കടത്തിനും നിരാശയ്ക്കും അധീനപ്പെടുമ്പോൾ, അവർ വിജയിക്കുമ്പോഴും ആഹ്ലാദിക്കുമ്പോഴും വികാരപരമായ ഒരു പിന്തുണ നാം അവർക്ക് നൽകുന്നത് തീർച്ചയായും ദൈവത്തിന് പ്രസാദവും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതുമായ വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുവാൻ ദൈവം കൃപ തരട്ടെ. കരയുന്നവരോടുകൂടെ കരയാം, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ അന്യരുടെ സുഖദുഃഖങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. മറ്റുള്ളവരുടെ വേദനകളിലും സങ്കടങ്ങളിലും സുഖദുഃഖങ്ങളിലും അവരോടൊത്ത് മനസ്സുകൊണ്ട് അതിൽ പങ്കാളികളാകുവാൻ വചനം കേൾക്കുന്ന ഏവർക്കും കൃപ നൽകണമേ. ഇന്ന് കരയുന്നവർ നാളെ സന്തോഷിക്കുമെന്നും ഇന്ന് സന്തോഷിക്കുന്നവർ നാളെ കരയുമെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത നൽക യേശുവേ, വീരനാം സാക്ഷിയ